എൻ്റെ നേരെ എൻ്റെ ജഡം ഉയർത്തുന്ന, ഈ ലോകം ഉയർത്തുന്ന, പിശാച് ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടും. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വാക്യം മത്തായി സുവിശേഷം 26-ാം അധ്യായം 39-ാം വാക്യം. പിന്നെ അവൻ അല്പം മുൻപോട്ട് ചെന്ന് കവിണ്ട് വീണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, ഈ അധ്യായം നാം വായിക്കുമ്പോൾ നമ്മുടെ പ്രാണപ്രിയനും വീണ്ടെടുപ്പുകാരനുമായ നമ്മുടെ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആധിക്യം നാം മനസ്സിലാക്കാൻ കഴിയുന്നു. തന്റെ ദേഹം, ദേഹി, ആത്മാവിനെ നമുക്കായി അർപ്പിക്കുന്ന കർത്താവ്. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 26-27 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. വാങ്ങി ഭക്ഷിപ്പിൻ, ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും ഇതിൽ നിന്ന് കുടിപ്പീൻ എന്ന് പറഞ്ഞു. പ്രിയരെ, യേശു അനുഭവിക്കാൻ പോകുന്ന കഷ്ടതയെക്കുറിച്ച് ഓർത്തിട്ടും താൻ അനുഭവിക്കാൻ പോകുന്ന പീഡനത്തെക്കുറിച്ച് നല്ല അറിവുണ്ടായിട്ടും യേശു എന്ത് ചെയ്തു? സ്തോത്രം ചൊല്ലി, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി തൻ്റെ ജീവനെ, തൻ്റെ ശരീരത്തെ സ്തോത്രത്തോടെ ഏൽപ്പിക്കുകയാണ് അപ്പൻ്റെ കരങ്ങളിലേക്ക്. എന്തിനെന്ന് ചോദിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 57-ാം വാക്യം വായിക്കുമ്പോൾ, ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കണമെന്ന അതിയായ ആഗ്രഹത്തോടെ നമുക്ക് നിത്യജീവൻ പകരാൻ സന്തോഷത്തോടെ ഏൽപ്പിച്ച് എവിടേക്കാണെന്നറിയുമ്പോൾ ഗത്സമനയിൽ, ഗബദായിൽ, ഗോൽഗോഥ കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു തന്നു. ഇതിനു വേണ്ടിയുള്ള ജയം പ്രാപിച്ച സ്ഥലമാണ് ഗത്സമന. അതിന് 29-ാം അധ്യായത്തിൽ പറയുന്ന പ്രാർത്ഥന കഴിച്ച സ്ഥലം. പ്രിയമുള്ളവരെ, അത് നാം ചിന്തിക്കുമ്പോൾ തൻ്റെ ദേഹിയിൽ അല്ലെങ്കിൽ തൻ്റെ ചിന്തയിൽ താൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടതയുടെ, നിന്ദയുടെ, അതുമാത്രമല്ല സകല മാനവജാതിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായി എല്ലാം ഏൽപ്പിക്കാൻ പോകുന്നു എന്ന് ഓർത്തപ്പോൾ തൻ്റെ ചിന്തയിലേക്ക് പിശാച് കൊണ്ടിട്ട് വെല്ലുവിളിയുടെ ആധിക്യം കൊണ്ട് എന്തായിരിക്കാം കർത്താവ് പ്രാർത്ഥിച്ചതായിരിക്കാം, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ എന്ന് പ്രാർത്ഥിച്ചു. അടുത്ത നിമിഷം തന്നെ എന്ത് ചെയ്തു? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അതിന്മേൽ ജയം പ്രാപിച്ചു. എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല, അവിടുന്ന് ഇച്ഛിക്കും പോലെ ആകേണ്ടതിന് എന്ന് പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിന്റെ പീഡനാനുഭവം നമുക്ക് തരുന്ന വലിയൊരു സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മെ സ്നേഹിച്ച് നമ്മെ വീണ്ടെടുത്ത കർത്താവ് എന്തുദ്ദേശത്തിനായി നമ്മെ വേർതിരിച്ചോ ആ ഉദ്ദേശത്തിൽ നിന്ന് നമ്മെ വഴി മാറ്റുവാൻ ഈ ലോകമോ നമ്മുടെ ജഡമോ പിശാചോ ആര് ശ്രമിച്ചാലും എന്തിനു നാം അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടത നമ്മെ ഓർമ്മപ്പെടുത്തി നമുക്ക് ക്രൂശൻ ചുവട്ടിലേക്ക് ഓടി വന്ന് അഭയം പ്രാപിക്കാം. കർത്താവെ, എൻ്റെ നേരെ എൻ്റെ ജഡം ഉയർത്തുന്ന, ഈ ലോകം ഉയർത്തുന്ന, പിശാച് ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടുവാൻ എനിക്ക് കൃപ തരണമേ. അതിനായി പ്രാർത്ഥിക്കാൻ എന്നെ സഹായിക്കണമേ. നിത്യത വരെ എന്നെ ജയാളിയായി സൂക്ഷിക്കണമേ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.